ഹലോ. ആ ഇതെന്താ സൗണ്ടിൽ എന്തോ ഇരിക്കുന്നു? ഒന്നുമില്ല. നീ ഇപ്പൊ തിരക്കിലാ? അല്ല, പറഞ്ഞോ. അല്ല, ഞാനിന്നലെ അമ്മേനെയും കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി. അല്ല, ഞാനിന്നലെ ഒരു കാര്യം കണ്ടതാടാ, അത് പറയിട്ടിട്ട് വിളിക്കില്ല. എന്ത് കാര്യോ? അമ്മേനെ അഡ്മിറ്റ് ആക്കിയ റൂമിൽ ഷെയർ റൂമില്ലേ? ഷെയർ റൂമാ? അതെ, രണ്ടാളും എനിക്ക് ഒറ്റക്കുള്ള റൂം കൊടുത്താ പറയുന്നു. അത് അങ്ങനെ കിട്ടിയിട്ടില്ല, ഇതാ കിട്ടിയത്. അപ്പൊ ഇതിങ്ങനെ കർട്ടൻ മറിക്കാൻ പറ്റിയുള്ള റൂമാണ് ഷെയർ ചെയ്തിട്ട്. എന്നിട്ടേ ഒന്ന് രാത്രിയേടാ, ഒന്നും പറയണ്ട. ഞാനിത് എന്താ പറയുക, ഒരു സോഫ പോലത്തെ ഇതില് ഞാൻ കിടന്നതാണ്. കിടന്നു കൊറേ കഴിഞ്ഞേരം അപ്പുറത്തെ റൂമില് പേഷ്യന്റ് ഇല്ല. പിന്നെ അപ്പൊ അവരെ പേഷ്യന്റിന്റെ കൂടെ നിൽക്കുന്ന ഭാര്യ ഭർത്താവ് മോനാൻ തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നു. അവരാണ് അവിടെ കിടന്നിട്ടുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഒരു 9:30-10 മണിയായിട്ടുണ്ടോ ഉറങ്ങാൻ. കിടന്ന് അനക്കുറക്കൊന്നും വരുന്നില്ല. ഞാനിങ്ങനെ തിരിച്ചും പറഞ്ഞ് കിടക്കുമ്പോ അപ്പുറത്തുനിന്ന് മോനെ പറയണ്ട. അവിടെ അവര് രണ്ടാളും തനിച്ചല്ലേ ഉള്ളൂ. അവര് രണ്ടാളും മറ്റേ എന്തെല്ലോ ഇങ്ങനെ ഓരോ ഒച്ച കുശിക്കുന്ന് പറയുന്ന ഇത്. അപ്പൊ ഞാനിങ്ങനെ കുറച്ചും കൂടി ശ്രദ്ധിച്ചു ഇവരെന്നാ പറയുന്നു. അപ്പൊ രണ്ടാളും കൂടിയിട്ട് നീ കിടക്ക്, നീ അടുത്ത് കിടക്ക്, മാറി കിടക്കില്ല, പറ്റിക്കിടന്നാട്ടേതെല്ലാം പറയുന്നു. എപ്പ എനക്കൊരു സംശയം. അപ്പൊ എന്തെല്ലോ വീഴുന്ന ശബ്ദം കൂടി നിൽക്കുന്നു. എന്നിട്ട് മെല്ലെ പോയി നോക്കി. അപ്പൊ കർട്ടനാണല്ലോ ഇട്ടത്. ഒരു റൂം കർട്ടൻ മറക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയതാ? കർട്ടൻ മറക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയതാണ്. അപ്പൊ ഞാൻ കർട്ടന്റെ ഉള്ളിലോട്ട് മെല്ലെ നോക്കിയേ. അപ്പൊ എന്താ പറയണ്ട, നീ എങ്ങനെയാ എന്റെ വീട്ടില് അന്നെ ചെയ്യല്? നീ ശരിക്കും കണ്ട്? ഞാൻ കണ്ടിരുന്നു, ചെറിയ വെളിച്ചമുണ്ട്. നല്ലോണം ആസ്വദിച്ചല്ലേ? നേരം അവരിത് കാണുന്നൊന്നുമില്ല നീ നോക്കുന്നു? അവര് ഇതിലൊന്നും അല്ല ശ്രദ്ധ. ഞാൻ നോക്കുന്നേ പിന്നെ ശ്രദ്ധിക്കാൻ നിൽക്കുന്നു. അവര് ആവേശത്തിൽ മറ്റേ നീ ഏത് മാതിരി ചെയ്യല്? ശരി, അപ്പൊ നമ്മളൊന്നും അല്ലേ? ഞാൻ കൊറേ സമയം നോക്കി നിന്നു. അന്നേരം ഞാൻ വിചാരിച്ച് ഒന്ന് നീ വന്നിട്ടുണ്ടോ നല്ലതേനു. അതന്നെയല്ലേ ഞാൻ പറഞ്ഞേ. എല്ലാം ഞാൻ ചോദിക്കുന്നത്, നിങ്ങളവിടെ കിടക്കുന്ന ഒരു കർട്ടന്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന നിങ്ങള്, അതെന്ത് ധൈര്യോ? അവർക്ക് അതിന്റെ പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്നത്, എന്നാ അത് ഭാര്യയും ഭർത്താവൊന്നും ആയിരിക്കൂല കേട്ടോ. ഭാര്യ ഭർത്താവിന് അതെന്താ എനിക്ക് അത്ര ഉറപ്പ്? അതെനിക്ക് ഉറപ്പാ. എനിക്ക് മുന്നേ പരിചയമുള്ളൊന്നുമല്ലല്ലോ. അതെയാ? അവരെന്നോട് സംസാരിച്ചു. എന്നിട്ടാണ് അവര് അതെന്ത് മനുഷ്യന്മാര്? അല്ല, അവര് വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഉറങ്ങി. അപ്പൊ അമ്മ മരുന്ന് കുടിച്ചിട്ടല്ല ഉറങ്ങുന്നതല്ല, അമ്മയൊന്നും ശ്രദ്ധിക്കില്ലെന്നറിയാം. അപ്പൊ ഞാനിത് കണ്ടിട്ട് വിചാരിച്ചൂടത്. ഒന്നുമില്ല, എല്ലാം ഫുൾ ഓപ്പണിങ്ങാ. എങ്ങനെ ഉണ്ടേനു? കൂടി കാണണേനു. ഞാൻ കണ്ട പിന്നെ നീ ഒന്നുമില്ല, ഞാൻ അതും കൂടി കണ്ടിന്. പിന്നെ നിന്റെ കാര്യം ഉഷാറായിരുന്നു. മാത്ര അവര് ഏതെല്ലാം രീതിയില്
എല്ലാ അന്നേരം ആടെ ഹോസ്പിറ്റലിൽ നിന്ന് പറ്റാണെന്നില്ല. എന്നാലും ഞാൻ പറയുന്നത്, ഞാൻ വിചാരിച്ച ഒറ്റക്ക് ഒരു റൂമായിരിക്കുന്നേ. ഇതെങ്ങനെയാ ഷെയർ ചെയ്യുന്നതിന്റെ അകത്ത്? അതൊന്നും പ്രശ്നമില്ല. ആവേശം മൂത്ത പിന്നെ നീ എന്തെങ്കിലും ചെയ്യില്ലേ? ചെയ്യാനുണ്ട്. അല്ല, നിനക്കിട്ടൊരു കുത്താണല്ലോ. ഞാൻ ചെയ്യുന്ന അതല്ല. ചെറുപ്പക്കാരാ. ചെറുപ്പക്കാരനാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോ വേറെ ആരെങ്കിലും ഭാര്യ എങ്ങനെ ആയിരിക്കും. അതൊന്നും ആയിരിക്കൂല. എത്ര ധൈര്യത്തിൽ വരുമോ? ഇല്ല, അതല്ലേ ധൈര്യം. പനക്ക് എത്ര ധൈര്യമുണ്ട്? കട്ടിലെല്ലാം പൊളിഞ്ഞു വീഴാതെ ഭാഗ്യം. എനിക്ക് വെറുതെ ഒരു സൗണ്ട് ആക്കറായിരുന്നു. വെറുതെ ഒരു ചുമയെങ്കിലും ഒന്ന് ചുമക്കറായിരുന്നു. നിനക്ക് ആവേശം മൂത്തപ്പോ ഞാൻ തോരത്ത് മെല്ലെ ഇങ്ങോട്ട് തന്നെ വന്നു. പിന്നെ ഞാന് നിന്നെ വിളിച്ചിട്ട് കൂട്ടിട്ട് പോകേണ്ടി വരും. എനിക്കെന്നെ വിളിച്ചോളി നമ്മോട്. വീടാണെങ്കിൽ ഞാൻ വിചാരിച്ചു വേറെ ഏതെങ്കിലും സ്ഥലമാണെങ്കിൽ. പനക്കെന്നെ രക്ഷയില്ലാണ്ട് ഇങ്ങനെ കാണാൻ കഴിയാന്ന് പറയുന്നൊരു ഭാഗ്യല്ലേ? നീ കംപ്ലീറ്റ് എന്റെ ക്ലൈമാക്സ് കണ്ടിട്ടില്ല? ക്ലൈമാക്സ് കാണാനൊന്നും നിന്നിട്ടില്ല അവനെ. സൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ? നിന്റെ അത്രയും ഉണ്ടായിരുന്നു. അതല്ലേ ഞാൻ പോയിട്ട് മറ്റേ നോക്കിയത്. എത്ര സമയം? കുറച്ചൊന്നുമില്ല. അതാ പറഞ്ഞ അത്രയും സമയം എടുത്തിട്ട് വേണം അങ്ങനെയൊക്കെ നടത്താൻ. അല്ലാണ്ട് തിരക്കൂട്ടർ ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെല്ലാം പുതിയ ഐറ്റംസ് എന്തൊക്കെ പഠിക്കറിയാമോ? കണ്ടിട്ട് അയ്യോ, ഞാൻ അവരോട് ചോദിക്കണ്ടേ? പോയേ ചോദിച്ചോടേനോ? എനിക്ക് എല്ലാം കഴിഞ്ഞിട്ടാവും ചോദിച്ചോടെ? പറഞ്ഞു നല്ലത്. അവര് ചോദിക്കൂടെ ഇങ്ങനെ കണ്ടേന്ന്? അല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാല്. വെറുതെ പറയുന്നില്ലല്ലോ. വെറുതെ ഒന്നല്ല, ഞാൻ കണ്ടതാ. എന്നാലും ആ തൊട്ടടുത്ത് ഇപ്പുറത്ത് ആള് കിടക്കുമ്പോ അപ്പുറത്തുനിന്ന് ഇതാ അതെങ്ങനെ അനക്കതിശു? ഇപ്പൊ നീ എന്നോട് എങ്ങനെയാ ചോദിച്ചേ ഞാൻ വരട്ടേന്ന്? അല്ല, അത് ഞാൻ വിചാരിച്ചു വിഷയമല്ലല്ലോ. ഇത് ഷെയർ ചെയ്യുന്ന റൂം കേട്ടിട്ടുണ്ടാൾ അതിന്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണല്ലേ ഞാൻ ചോദിച്ചത്. അതെല്ലാം ചെയ്യും മോനെ. അതെന്താ അന്നേരം അവരെ രോഗി എവിടെ പോയി അന്നേരം? പേഷ്യന്റ് ഏത് ICU മറ്റാണ്. അതുകൊണ്ട് ഇവരിവിടെ വന്ന് കിടന്നായിരിക്കും അല്ലേ? രാത്രി അവര് ആടെ റൂം എടുത്ത് തന്നു. ഇനി പേഷ്യന്റിന് കിടക്കാൻ കട്ടിലുണ്ടാവുമെന്ന് അറിയില്ല. നോക്കണേ രാവിലെ എണീറ്റ് നിന്റെ അവസ്ഥയല്ലോ മൊത്തം അണവട്ടി ഒഴികെ. പിന്നെ എനക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇങ്ങോട്ട് വന്നാലും കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാലും പേടിച്ചിട്ടാ ഉറക്കം വരാണ്ട്. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഞാനിങ്ങനെ ഇനി അവിടെ കിടക്കുവാ. എനിക്ക് ശരിക്കങ്ങ് മൂത്തല്ലേ. അപ്പാണ് വിളിക്കുക. ഇത് ഞാന് കിടന്നിട്ട് ഉറക്കം പിടിച്ചിട്ട് വരില്ല. എനിക്ക് മൊബൈലില് ഷൂട്ട് ചെയ്യാനാ മ്യൂസിക് എടുത്തുകൂടിയോ? പിന്നെ മൊബൈൽ എടുക്കാനായി പാവങ്ങള്. ആളെന്നല്ല ഒന്ന് ക്ലിയർ ആക്കാത്ത എന്നിട്ടില്ലേ? ക്ലിയറിലുണ്ട്. ശരിക്കും ക്ലിയർ ആകാത്ത പോലെ. അത് ഞാന് പറ എന്നിട്ട് അല്ല അന്നേരം എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെറിയ ആള് കാണുന്നുണ്ടെന്നുള്ള ചെറിയൊരു കൊടുക്കണേനോ? അന്നേരം അവര് വെപ്രാടെല്ലാം കണ്ടുകൂടിയേനോ?
എന്തിനാണ് പാവങ്ങള് സ്വിച്ച് ഔട്ട് ചേച്ചി ഞാൻ പെട്ടെന്നുള്ള ഒരു സൗണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി അവര് ഓ എല്ലാം ഊരി കെട്ടിയെടുത്താണ് കിടക്കുന്നത്. അതൊക്കെ അതൊരു തമാശയാവും. നോക്കിയതന്നെ അടക്കിപ്പോ പറയണ്ടേ വെറുതെ ആയിപ്പോയി. എപ്പോഴാണ് നിന്റെ അവസ്ഥ ലൈറ്റ് അടിയിട്ട് അമ്മയാണ് അമ്മ എന്നാ അനങ്ങാണ്ട് കിടക്കുന്ന മറ്റൊരു ഇതാക്കുമ്പോ അതിന്റെ അവിടെ തന്നെ നോക്കും. അനക്കതല്ല മൊത്തം ഓപ്പണിങ്ങില് എന്ത് ധൈര്യത്തിലാന്ന് നേരം. അത് അവർക്ക് ഉറപ്പായിരിക്കും ആടെ ആരും വരൂലെന്ന്. ഒന്നുമില്ല. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില് കളറല്ലോ കളറാ ഒന്നിനും അറിയുന്നു അത് കേട്ട് ആസ്വദിക്കണ്ടേ സുഖല്ലേ. വേണ്ട എത്ര ചെയ്താലും മറ്റുള്ളവരുടെ കേൾക്കാൻ ഒരു രസവും സുഖമൊക്കെയാണ്. ഇനി ഇങ്ങനെ കാണുമ്പോ നിന്നെ ഞാൻ വിളിച്ചാട്ടാ. പിന്നെ എനിക്ക് എപ്പോഴും എത്തിച്ചിട്ടുണ്ട്. ഇന്ന് അവര് പോയാ അറിയണ്ടാവും. ഇന്ന് ഞാൻ വരട്ടെ. അവര് പോയി അതൊരു കാര്യമില്ല. അവര് പോയി. എത്ര ദിവസം നിക്കണം എനിക്കവിടെ? എനിക്ക് 2 ദിവസത്തെ കാര്യമല്ലോ. ഇന്ന് ചിലപ്പോ ആരും അതിന് ഞാൻ വരട്ടെ കമ്പനിക്ക്. അമ്മക്ക് ആവി പിടിക്കാൻ വേണ്ടിട്ടാണ്. വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ വരാം. ഇന്ന് പറ ഈ ഓരോന്ന് പറഞ്ഞിട്ട് ആളെ മൂപ്പിച്ചിട്ട്. ഇന്ന് ഞാൻ വരട്ടെ? ഇന്ന് വരണ്ട പറഞ്ഞില്ലേ. ഓരോന്ന് പറഞ്ഞ് മൂപ്പിച്ച് വെച്ചിട്ട് എന്തുണ്ട് മറ്റേത് ആയിട്ടൊന്നുമില്ലല്ലോ. അതൊന്നും ആയിട്ടൊന്നുമില്ല. എന്നാ പറ ഞാൻ പറയടോ. ഇപ്പൊ വരണ്ട. തൽക്കാലം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വരും. ഹലോ ഇതുപോലെ ഒരു ഹോസ്പിറ്റലിന്റെ സുഖം. അയ്യാ അമ്മ അവിടെ കിടക്കുമ്പോ ഞാൻ ഇപ്പുറത്ത് ഉണ്ടാവും. അവർക്ക് പേഷ്യന്റ് ഒന്നുമില്ലല്ലോ. ഇതൊക്കെ ചെയ്യാം. പിന്നെ പെട്ടെന്ന് ആവി പിടിക്കുന്ന എന്തെല്ലാം ചെയ്യാം. അതൊന്നും വേണ്ട. ഞാനേ അങ്ങ് വരും അപ്പൊ ചെയ്യാം. അപ്പൊ ഞാൻ ഫോണ് വെക്കുന്നതാണ് കേട്ടോ. വെക്കല്ല പറ. ഇത് തീരുമാനാക്കി. ഞാൻ വെറുതെ അറിയാം. വെറുതെ വേണ്ട. ഇപ്പൊ കമ്പനിക്ക് വന്ന് കിടക്കാം. വേണ്ട. അയ്യോ ഒന്നുമില്ലെങ്കില് നമുക്ക് ഇങ്ങനെ അനങ്ങാടൊപ്പരാടെ കഥയും പറഞ്ഞിങ്ങനെ കിടക്കുമായിരിക്കും വെച്ച്. ഞാന് നാളെ കഴിഞ്ഞിട്ട് അങ്ങ് രാത്രി വൈകുന്നേരം ചിലപ്പോ പിന്നെ ഡിസ്ചാർജ് ആക്കുന്നു പറഞ്ഞു. എല്ലാം നേരം നീ അങ്ങ് പോവില്ലേ? ഇല്ല ഞാൻ പോവില്ല. അമ്മക്ക് സുഖാകാരി അടിയുണ്ടാവും. സുഖാണല്ലേ. എന്നാലും ഒരു 2 ദിവസം നിൽക്കണ്ടില്ല വീട്ടിൽ. പിന്നെയും അപ്പോഴൊക്കെ നിന്റെ ഇത് പൊട്ടൂലേ? അത് നോക്കാം. അത് നോക്കാം. നോക്കിയാ പിന്നെന്താ ചെയ്യാ? എന്തെന്നായാലും ഞാൻ വരും. പിന്നെ ഹോസ്പിറ്റലല്ല വീട്ടിൽ ഉറപ്പായി. ഇതായാലും ഞാൻ വരുവേ. പക്ഷെ നമുക്ക് വേറെ ഒന്നും ചെയ്യാം. എനിക്ക് വലിയ കാര്യം ഉണ്ടാവില്ലേ ഉള്ളൂ. അത് എന്തായാലും തീരുമാനിക്കാം. ഞാനിപ്പം വെക്കുന്നത് അമ്മ ഇപ്പൊ ഉണരും.